മോൾ ഉറങ്ങിയോ? ക്ഷീണിച്ചിട്ടുണ്ടാവോ അവള്? നന്നായി. എങ്ങാനും ഇനി ഫ്രണ്ടിനെ കുറിച്ച് ചോദിച്ചാലോ നിർത്തി പേടിച്ചിരിക്കായിരുന്നു ഞാൻ. എന്തിഷ്ടാണല്ലോ ഇവൾക്ക് അവന്. ഈ ആണുങ്ങളെ നമ്പിയാലേ തീർന്നു. ഇല്ലില്ല, ഇവളെ വിളിച്ചപ്പോഴൊക്കെ റാം വന്നിട്ടുണ്ട്. ഇന്നിപ്പോ വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതായിരിക്കും വരാത്തെ. ചുമ്മാ വരേണ്ട കാര്യമില്ലല്ലോ. ലേറ്റ് ആയി, ഞാൻ ഇറങ്ങട്ടെ. ഹോസ്റ്റലിന്റെ ഗേറ്റ് അടയ്ക്കും. ശരി, സൂക്ഷിച്ചു പോകും. കൃഷ്ണ കൃഷ്ണ. വണ്ടി നിർത്ത്. അശോക, ഇത്ര ലേറ്റ് ആയോടാ? കള്ളകൃഷ്ണ, എന്താ? ഒന്നുമില്ല അപ്പൊക്കോ. എടാ വേഗം വന്നേക്കണേ, വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാ പെടും. ഞാൻ വരാടാ. ഓക്കെ. ഇവൻ കുട്ടിക്കാലം തൊട്ട് വീട്ടിലുള്ളവരെക്കാൾ ഇമ്പോർട്ടൻസ് വേറെ ആർക്കും കൊടുക്കാറില്ല. ഈ കുഞ്ഞു കൊച്ചു വിളിച്ചപ്പോൾ ഇവൻ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവനൊരു കള്ളകൃഷ്ണൻ തന്നെ. സ്വീറ്റി പ്ലീസ് സ്റ്റാർട്ട് ആവട്ടെ പൊന്നെ. നാളെ എന്തായാലും നിന്നെ സർവീസ് സെന്ററിൽ കൊണ്ടുപോകാം. പ്ലീസ് ഒന്ന് സ്റ്റാർട്ട് ആവോ, പ്ലീസ് ഒന്ന് സ്റ്റാർട്ട് ആവോ. അയ്യോ, ഇവൾക്ക് ഇവിടെ എന്താ പണി? ഞാൻ അവളുടെ കണ്ണി പെടാതിരിക്കണമെങ്കിൽ കുറച്ചു നേരം കള്ളകൃഷ്ണനായേ പറ്റൂ. എന്താ നിനക്ക് പറ്റിയത്? പെട്രോളിന്റെ വില കൂടുന്ന പോലെ എന്റെ BP കുതിച്ചു കയറുന്നുണ്ടേ. പ്ലീസ് പൊന്നെ ഒന്ന് സ്റ്റാർട്ട് ആവ്. നിന്റെ സൈലൻസറിൽ ഞാൻ തുണിയിരിക്കും. നിനക്ക് എന്താടി പറ്റിയത് കുഴിമടിച്ചി? സോറി സ്വീറ്റി, ഓട്ടോയ്ക്ക് കൊടുക്കാൻ പോലും കാശില്ല. പ്ലീസ് സ്റ്റാർട്ട് ആവ്. എന്റെ പൊന്നല്ലേ, എന്റെ മുത്തല്ലേ, പ്ലീസ് 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 പ്ലീസ്. എന്റെ ചക്കരല്ലേ, പ്ലീസ് ഒന്ന് സ്റ്റാർട്ട് ആവ്. ഇവൾ അരവട്ടാണെന്നാ കരുതിയത്, മുഴുവട്ടാണല്ലേ. ഇവളിതെന്താ വണ്ടിയോട് ഇങ്ങനെ റൊമാൻസ് കാണിക്കുന്നത്? ഇവൾക്ക് എപ്പോഴും ഈ മൂഡ് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കെന്താ, കണ്ണിലെങ്ങാനും പെട്ടാ ഞാൻ ഇവിടെ കിടന്ന് വേർക്കൊല്ല ദൈവമേ. ഈ വണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി നോക്കുമ്പോ ആരാടാ മോത്തിക്ക് ലൈറ്റ് അടിക്കുന്നേ? ഓഫ് ചെയ്യടാ. ഓഫ് ചെയ്യാനല്ലേ പറഞ്ഞേ? എന്താ നിങ്ങൾ ഇവിടെ? ചുമ്മാതെയോ? അത് കൃഷ്ണ ജന്മാഷ്ടമി അല്ലേ, അപ്പൊ ഇങ്ങനെ ഭജന കേട്ട് വഴി തെറ്റിയോ? നിങ്ങൾക്ക് അങ്ങനെ ഭജന കേൾക്കാൻ മാത്രം ഭക്തി ഉണ്ടോന്നല്ലേ? ഉറപ്പായിട്ടുണ്ട്. ബോധമില്ലെന്ന് ചോദിക്കാനാ തുടങ്ങിയത്. അല്ല, നിങ്ങളെന്താ ഈ വഴിയില് ബോഡി ഗാർഡ്സിനെ പോലെ? എന്തു പറ്റി? അപ്പോ നാടിങ്ങനെ ചുറ്റി കാണാറുണ്ട്. ഓ, ഡൗൺ ടു ടൗൺ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാ? ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഇങ്ങോട്ട് വരാറുണ്ടോ? പറ, ഇനി മുതൽ ഞാൻ സീതയുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നോളാം. തനിക്ക് ലേറ്റ് ആവുന്നുണ്ടല്ലേ? കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയല്ലോ. ലേറ്റ് ആയി എന്നാ പോയിക്കോ. ഞാൻ റെഡി. പക്ഷെ അവള് എന്നെ പറ്റിച്ചോണ്ടിരിക്ക. അവളോ? എന്റെ സ്വീറ്റി. ഓ, ചിലപ്പോ നിങ്ങൾ വരൂന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കും അവൾ എന്നോട് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നെ. താങ്ക് യു മോളെ, ഐ ലവ് യു. സ്വീറ്റിയോടാ.
എങ്ങനെ ഉണ്ടായിരുന്നു സർ? നിങ്ങൾക്ക് എന്താ അടിപൊളിയായിരിക്കും. ജന്മാഷ്ടമിക്ക് എന്ത് ആർഭാടം. കൃഷ്ണൻ ഇഷ്ടം കുചേലം കൊടുക്കുന്ന അവിലല്ലേ? ഓ അങ്ങനെ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാധ കൃഷ്ണനേക്കാളും മുകളിലാണോ താഴെയാണോ? കൃഷ്ണന്റെ മനസ്സില് രാധ എപ്പോഴും മുകളിലും. തനിക്ക് ലേറ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? പൊക്കോ. ഹാപ്പി ജന്മാഷ്ടമി. സെയിം ടു യു. താങ്ക് യു, താങ്ക് യു. അയ്യോ, എനിക്ക് സത്യമായിട്ടും അറിയായിരുന്നു മോളെ, നീ അവന് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചത്. എന്റെ ചക്കര. എന്നാലും സർ, ബോസിനോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ജാടയാ നിങ്ങക്ക്. ജാടയോ? ഒരു സോറി പറഞ്ഞെന്ന് കരുതി നിങ്ങളുടെ അഭിമാനം എന്താ ഇടിഞ്ഞു പോവോ? സോറിയോ? എന്തിന്? എന്താ അതും അറിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതാ. താങ്ക്സ്. കള്ളകൃഷ്ണ, നിന്റെ ഫ്രണ്ട് വന്നേക്കുന്ന നോക്കിയേ. അയ്യോ വേണ്ട വേണ്ട, പാവം. എന്താ സംസാരിക്കണ്ടേ? കുഴപ്പമില്ല, അവള് ടയേർഡായി കാണും. എഴുന്നേപ്പിക്കണ്ട. ഓ, സ്റ്റേജിലേക്ക് വരില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞാ ഞങ്ങൾ കൊണ്ടുപോയത്. സോറി, വരാൻ കുറച്ച് ലേറ്റായി. ചുമ്മാ വരണ്ട കാര്യം എന്താ? ഹലോ, ഫ്രണ്ട് വിളിച്ച പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? ഒരുപാട് ഫ്രീ ടൈം കിട്ടിയാ ഇങ്ങനെയാവും. ഫ്രീ ആയിട്ടല്ല, ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്ത പിന്നെ വരില്ല എന്ന് പറയാൻ പറ്റുമോ? അതുമല്ല, ഞാൻ വരുന്നത് വരെ ഡാൻസ് കളിക്കില്ല എന്ന് പറഞ്ഞാ എങ്ങനെ വരാതിരിക്കും പറ? ഇത്ര സ്പെഷ്യലായിട്ട് എന്നെ ആരും ഇതുവരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഇവളും അതെ, ഇത്രയും സ്പെഷ്യലായിട്ട് ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുമില്ല, ട്രീറ്റും ചെയ്തിട്ടില്ല. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? നമുക്ക് എത്ര സ്വത്തും പണം ഉണ്ടെങ്കിലും ഇതിന് തുല്യമൊന്നും ആവില്ലല്ലോ. സ്വത്തും പണവോ? അതിനും മാത്രം ഉണ്ടോ നിനക്ക്? ആക്ച്വലി സിഹിമോളെ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ശ്രീകൃഷ്ണൻ ഇവിടെ എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞത് വളരെ സത്യ. നമ്മുടെ സിഹിയെ കാണുമ്പോ അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എത്ര നേരം വേണമെങ്കിലും നോക്കിക്കോ. നേരം വെളുത്താ ഈ വീട് ഞങ്ങളുടെ കയ്യിലുണ്ടാവുമെന്ന് അറിയില്ലല്ലോ. മോസ്റ്റ്ലി ഈ ജന്മാഷ്ടമിയാവും ഈ വീട്ടില് ഞങ്ങളുടെ അവസാനത്തെ ആഘോഷം. പ്ലീസ്, അങ്ങനെയൊന്നും പറയരുത്. പക്ഷെ അതല്ലേ സത്യം. ഇത്രയൊക്കെ സന്തോഷ ഓർമ്മകളൊക്കെ തന്ന ഈ വീടിനെ വിട്ടുപോകുന്ന കാര്യം എന്തിനാ ആലോചിക്കുന്നത്? ഒരിക്കലും നമ്മൾ മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. എല്ലാം അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. ഇല്ല, നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ ഈ ജീവിതം ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല സീത. ലൈഫ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസ് എന്നാ പറയാറ്. അത് താനായിട്ട് ഒരിക്കലും ഡിസൈഡ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. തന്റെ ഈ വീട് വിട്ട് താൻ എവിടെയും പോവില്ല. നമ്മുടെ സിഹിമോളും അതെ, അവളുടെ ഈ വീട്ടില് എല്ലാ രാത്രിയും സുഖമായിട്ട് കിടന്നുറങ്ങും. സ്വപ്നം കാണാൻ പൈസ വേണ്ടല്ലോ. സ്വപ്നമൊന്നുമല്ല, ഓഫീസിൽ നിന്ന് തനിക്ക് കിട്ടാനുള്ള പൈസ എന്തായാലും കിട്ടും. ബോസ് പറഞ്ഞ വാക്ക് ഒരിക്കലും തെറ്റിക്കില്ല. യു ക്യാൻ ട്രസ്റ്റ് ഹിം. ശരി, എന്നാ ഇറങ്ങട്ടെ. ബായിടാ ചക്കരെ. എവിടെ പോയി കിടക്കാണവൻ? കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ എസ്കേപ്പ് ആയോ?
എടാ മരം കൂടാ, നീ ഒന്ന് വേഗം വാ. സോറിടാ. സോറിയോ? എന്തിന്? എടാ ഞാനിന്ന് ഓഫീസിലേക്ക് വരേണ്ടതായിരുന്നു. അതാ ഞാൻ നിന്നെ ഒന്ന് പുറത്തിറക്കിയിട്ട് നിന്റെ കൂടെ വന്നത്. ഇപ്പൊ ഞാൻ ഓഫീസിലേക്ക് എത്തിയടാ. എടാ ഓഫീസിലിപ്പോ എന്താണ് അത്യാവശ്യമായിട്ട്? എടാ നമ്മുടെ കണ്ണിൽ പെടാത്ത എന്തോ നടക്കുന്നുണ്ടോന്ന് എനിക്കൊരു ഡൗട്ട്. പക്ഷെ കൃത്യമായി തെളിവില്ലാതെ സംസാരിച്ചാൽ തെറ്റ് നമ്മുടെ ആവും. ഇന്ന് എനിക്കൊരു ഹിന്റ് കിട്ടിയിട്ടുണ്ട്. എന്റെ ഊഹം ശരിയാണോ അല്ലയോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഊഹവോ? എന്തിനെ കുറിച്ച്? നീ ഇപ്പൊ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. എനിക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടിയാൽ ഞാൻ നിന്നോട് പറയാം. നീ വീട്ടിലോട്ട് പൊക്കോ. നിന്നെ പിക്ക് ചെയ്യാൻ ഇപ്പൊ അവിടെ ഒരു കാർ വരും. എടാ നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? എല്ലാം ഞാൻ തന്നെ പറയാടാ. ബൈ. ഇന്ന് അപ്പു ഓഫീസിലേക്ക് വരുന്നില്ല, പറഞ്ഞില്ലേ അവൻ? നിങ്ങൾ ഇന്ന് വരുന്നുണ്ടോ സാർ? അതായത് ചരൺ ഡി ആകാശവാണി ഭാർഗവി മേമ സൂത്രധാരിയാണോ? എന്തോ നടക്കുന്നുണ്ടല്ലോ. വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്ന് നീ എനിക്ക് പ്രോമിസ് ചെയ്തതല്ലേ ശ്രീരാമ? ആരോടും ചോദിക്കാതെയും പറയാതെയും പോയി. ഇപ്പോ ആരുടെയും കണ്ണി പെടാതെ നീ വീട്ടിലേക്ക് തിരിച്ചു വന്നോ? രാമ, എന്റെ പിടിയിൽ നീ ഉണ്ടാവുമെന്നാ ഞാൻ കരുതിയത്. കള്ളം പറഞ്ഞല്ലേ എന്നോട്? എന്റെ സന്തോഷം ഇല്ലാതാക്കിയ ശ്രീവാണിയുടെ മകനാണ് നീ. നിനക്ക് സന്തോഷായിരിക്കണോ അല്ലേ? നോ ചാൻസ്. വാച്ച് നൗ. നാളെ മുതൽ നിന്റെ ജീവിതം എങ്ങനെ മാറി മറിയും നീ കണ്ടറിഞ്ഞു. അലാവുദ്ദീന്റെ മാജിക് പോലെ ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ ഒറ്റയടിക്ക് തീരാൻ പോവാ. 50 ലക്ഷം. സീതയുടെ വീട് മാറിക്കഴിഞ്ഞ 50 ലക്ഷമാ കിട്ടുന്നേന്നാ ബ്രോക്കർ ദാസപ്പൻ പറഞ്ഞത്. 50 ലക്ഷോ? ഈ ഇലക്ട്രിക് ബൈക്ക് കമ്പനിയുമായിട്ടൊരു ബ്രാഞ്ച് ഉണ്ടാക്കിയാലേ വളരെ നന്നാവും. ആ മൂലക്ക് ഇരിക്കുന്നത് വെച്ചേ ഒന്ന് തന്നാ വളരെ നന്നായിരിക്കും. അതിനായിരുന്നല്ലേ അവൻ ആ വീടിങ്ങനെ നോക്കി വെച്ചത്. ആര്? ആ രുദ്രപ്രതാപാണോ? പ്രതാപ് അല്ല, അവൻ പാപിയാ. 50 ലക്ഷത്തിന്റെ ഒരു വീട് തട്ടി എത്ര രൂപ മുക്കാനുള്ള പരിപാടിയായിരുന്നു എന്തോ. ഞാനെന്തോ ഒരു 20-25 ലക്ഷം രൂപയൊക്കെ ഉണ്ടാവുമെന്നാ കരുതിയെ. ഇത് വിട്ടുകളഞ്ഞാ നമ്മുടെ അത്ര പൊട്ടന്മാര് വേറെ ആരുമില്ല. അല്ല, നമ്മളിപ്പോ അയാളെ വെച്ച് ആ വീട് മാറ്റുന്നതിന് പകരം നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ പൈസ ഉപയോഗിച്ചാൽ മാത്രം പോരാ, കുറച്ച് ബുദ്ധി ഉപയോഗിക്കാനും കൂടെ പഠിക്കണം. വീട് മാറുന്ന പൈസ എല്ലാം നേരെ നമുക്ക് തന്നെ കിട്ടണം. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. ചെയ്യണം ചെയ്യണം. സീതമ്മ, എന്റെ ഫ്രണ്ട് വന്നപ്പോ എന്നെ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ പാടില്ലായിരുന്നോ? എന്റെ ഫ്രണ്ട് എന്റെ ഡാൻസ് കണ്ടായിരുന്നോ? വേദനിച്ചോ? നല്ലോണം വേദനിച്ചു. എന്റെ ഫ്രണ്ട് വന്നിട്ടും എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് നല്ല വേദനയുണ്ട്. ഡ്രാമ ക്യൂൻ. ഇന്നലെ പാട്ട് ഡാൻസ് എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് ഹോംവർക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ നീ? എല്ലാം ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്, നീ എന്തൊക്കെയാ പഠിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഉച്ചരവാദിത്തം വന്നിട്ടുണ്ട് സീതമ്മ. എനിക്ക് എല്ലാം അറിയാം. നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ ടപ്പ് ടപ്പ് എന്ന് ഉത്തരം പറഞ്ഞു തരാം. അതെയോ? ശരി.
a sheep, a wild animal or a domestic animal? തരക്കേടില്ലല്ലോ നീ, തരക്കേടില്ലല്ലോ. ഓഹോ, അമ്മയും മോളും നല്ല സന്തോഷത്തിലാണല്ലോ. എടുത്തി വായിരിക്കേ. എന്താ സീതേ, വീട് മാറുന്ന കാര്യം എന്തായി? നിനക്ക് ടെൻഷൻ ഒന്നുമില്ലേ? ഞാൻ ഇവിടെ നല്ല ടെൻഷനില്ല. ആ ബാങ്കുകാർക്ക് എന്തോ നിന്റെ കാര്യമല്ലാതെ വേറൊന്നും ഇല്ലാത്ത പോലെ നോട്ടീസിന് മേലെ നോട്ടീസ്, നോട്ടീസിന് മേലെ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുവല്ലേ. ആ ലോയർ ഏട്ടൻ വീട് മാറാനുള്ള സഹായം ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? എല്ലാം അങ്ങ് സമ്മതിച്ച് വേഗം സെറ്റിൽ ആവാൻ നോക്ക്. ഇല്ല എടുത്തി, ഞാൻ ഈ വീട് മാറുന്നില്ല. എന്താ? ഓഫീസിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താടി ഇങ്ങനെ പെട്ടെന്ന്? വീട് മാറിയില്ലെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാവില്ലേ? ഈ വീട് എപ്പോഴും ഞങ്ങളുടെയാ. എടുത്തി, ഇവൾക്ക് സ്കൂളിൽ പോവാൻ ലേറ്റ് ആവുന്നുണ്ട്. നമുക്ക് പിന്നെ സംസാരിക്കാം. സീതേ, സത്യമായിട്ട് നീ വീട് മാറുന്നില്ലേ? ഇല്ല എടുത്തി. ഇത് നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. വെറുതെ എന്റെ ഓട്ടോ കാശും കൂടെ കളഞ്ഞു. ഞാൻ നിന്നോട് പൈസ ഒന്നും ചോദിച്ചില്ല, വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. ഒരു പിച്ചക്കാരിയെ പോലും നോക്കണ്ട എന്നെ. നിന്റെ പൈസ നീ തന്നെ വെച്ചോ. മഴ വരാൻ പോകുന്നുണ്ട്. ഈ കൊട ഞാനിങ്ങ് എടുക്കുക. സീതമ്മ, അപ്പൊ നമ്മൾ ഈ വീട് മാറുന്നില്ലല്ലോ അല്ലേ? താങ്ക് യു സീതമ്മ. ദേ ജെയിംസ് ബോണ്ട് എന്നെ കൂട്ടാതെ എന്തോ കണ്ടുപിടിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പോയത് ഓഫീസിലേക്ക്. ഫുൾ ക്ലാരിറ്റി വന്നിട്ട് എന്നോട് സംസാരിക്കുമെന്ന് ഡയലോഗ് വേറെ. എന്നിട്ട് ക്ലാരിറ്റി കിട്ടിയോ? നോക്ക് സൂരി, ഞാൻ ചെയ്യുന്ന ജോലിയിൽ അവന് ഡൗട്ട് ഉണ്ടെന്നും. എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും ഡൗട്ടാ. ഒരുമിച്ച് രണ്ടുപേരും പുറത്തേക്ക് പോയി. നീ ഒറ്റയ്ക്കാണ് ഓഫീസിലേക്ക് പോയതെങ്കിൽ ഇവൻ ഇപ്പോ അതാണോ പ്രധാനം? അതാ പ്രധാനം. ഏയ്, നീ ഓഫീസിൽ പോയി എന്താ കാണിച്ചേ? അത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നും പറയാൻ സമ്മതിക്കണ്ടേ നീ? സൂരി, ഇതിനൊക്കെ നിങ്ങളാണോ പെർമിഷൻ കൊടുത്തത്? ഒന്ന് നോക്കി പറയ്. ഇതെല്ലാം ഫേക്ക് ബിസിനസ് വെൻഡേഴ്സ് പൈസ തട്ടാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാ. ചരണ്ടിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. അയാളുടെ കൂടെ ആരായിരിക്കും? അവന്റെ കൂടെ അല്ല, അവന്റെ മേലെ. ഇത്രയധികം ഫേക്ക് വെൻഡേഴ്സോ? അപ്പൊ വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക്? ഇല്ല സൂരി, എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഭാർഗവിയോടൊന്നും ചോദിക്കുന്നത് നന്നായിരിക്കും. എല്ലാം അറിയാലോ. എന്താ വെച്ചാൽ ഇത്ര നാളതൊക്കെ നോക്കിയത് അവളല്ലേ. കറക്റ്റ്. മേമയെ വിളിക്കാം. ഏയ്, അവിടെ നിക്കടാ. മുത്തശ്ശി, മുത്തശ്ശ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. എന്ത് പറ്റി മോളെ? നോക്ക് നോക്ക്. ആരാത്? സർപ്രൈസ്. ഓ, എന്ത് വേണം? സന്തോഷമുള്ള കാര്യം പറയണം. വേഗം 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 പറ. എന്താ കാര്യം കേൾക്കാതെ പറ്റില്ലല്ലോ. കോഡ് വേർഡ് പറ. ABCD. മൂർത്തിയപ്പൂപ്പൻ KD. എന്താണെന്നോ, എന്റെ സീതമ്മ എന്റെ വീട് ആർക്കും കൊടുക്കില്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട് ഇനി എന്നും ഞങ്ങളുടെയാ. ഞങ്ങളുടെ വീട് ഇനി എപ്പോഴും ഞങ്ങളുടെയാ. സീത, സിഹി പറയുന്നത് സത്യാണോ മോളെ? അതെ അമ്മേ. ഓഫീസിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ നന്നായത്. ഇപ്പൊ എനിക്ക് ഇവള് വിശ്വസിക്കുന്ന എല്ലാ ദൈവങ്ങളോടും വിശ്വാസമുണ്ട്. വെറും പ്രാർത്ഥനയോ? ഓരോ നിമിഷവും എന്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ.
നീ നല്ല തീരുമാനമാണ് എടുത്തത് സീത. നോക്കാം അമ്മേ, ഓഫീസിൽ നിന്ന് എത്ര രൂപ കിട്ടുമെന്ന് എനിക്കറിയില്ല. എത്രയായാലും നിന്റെ തീരുമാനം ഇനി നീ മാറ്റാൻ നിൽക്കണ്ട. മുത്തശ്ശ, നമ്മുടെ സീതമ്മ ഒരു വട്ടം പറഞ്ഞ 100 വട്ടം പറയുന്ന പോലെയാ. മുത്തശ്ശി, കാലിന് വയ്യെന്ന് തോന്നുന്നല്ലോ, വേദനയുണ്ടോ? അയ്യോ, അതൊന്നും പറയണ്ട. 2 കാലും നല്ല വേദനയാ. ഇന്നലെ നിങ്ങളുടെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ച് നടന്നല്ലേ, അതുകൊണ്ടാ. എന്റെ ബുദ്ധിമുട്ട് വല്ലതും നിങ്ങൾക്കറിയോ? അമ്മേ, തൈലമൊക്കെ തീർന്നു പോയായിരുന്നോ? ഞാൻ വരുമ്പോ വാങ്ങിയിട്ട് വരാം. ബൈ. ബൈ സീതമ്മ. ഓ, ഇന്ന് ഉമ്മ കുറെ കൂടുതലുണ്ടല്ലോ. സ്കൂളിൽ നിന്ന് വന്നിട്ട് കുരുത്തക്കേടൊന്നും കാണിക്കരുത്. കളിയൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരണം. ഓക്കേ സീതമ്മ. ഓ, പോയിട്ട് വരാച്ചാ. പോയിട്ട് വരാമേ. പോയോ മോളെ? ബൈ. താ, ഇതാ പിടിച്ചോ. വീട് മാറുന്നില്ല എന്ന് വെറുതെ അങ്ങ് പറഞ്ഞും പോയി. എന്നാ അഡ്വാൻസ് സാലറി എത്ര കിട്ടുമെന്ന് അറിയില്ലല്ലോ.